ഹായ്, ഇപ്പോഴും നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ? ഞാനിവിടെ കുറച്ച് പച്ചമുളക് വെച്ച് വന്നേ. പ്രസന്ന ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ വീഡിയോ കണ്ട് എല്ലാവരും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും ആരും മറക്കണ്ട കേട്ടോ. അങ്ങനെ കുറച്ച് പച്ചമുളക് പിച്ചാനായിട്ട് ഞാൻ വന്നതായിരുന്നു. അപ്പോഴങ്ങ് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. നമ്മുടെ വീട്ടിൽ ഇപ്പം വൃശ്ചികമാസമൊക്കെ അല്ലയോ, അപ്പോഴും നമുക്ക് പച്ചക്കറികൾക്കൊക്കെ അത്യാവശ്യം പച്ചമുളകിനാണ് അത്യാവശ്യം കൂടുതലേറെ. നമ്മുടെ വീട്ടിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു കാര്യമാണ് പച്ചമുളക്. അപ്പോഴും ഞാനിങ്ങനെ പഴുക്കുന്നതിന് മുമ്പ് ഇനി പിച്ചാമെന്ന് വിചാരിച്ച്. കാര്യം എന്ന് പറഞ്ഞാൽ പഴുത്ത് കഴിഞ്ഞാൽ മുളക് ഇങ്ങനെ നിർത്തിയേക്കണ്ട എന്ന് വിചാരിച്ച്. അങ്ങനെ എല്ലാവരും പറയുമല്ലോ, പഴുത്ത് കഴിഞ്ഞാൽ നിർത്തിയേക്കരുതെന്ന്. അതുകൊണ്ട് തന്നെ ഞാനിങ്ങനെ പച്ചയ്ക്ക് തന്നെ ഇനി പിച്ചാമെന്ന് വിചാരിച്ച്. രണ്ട് മൂന്നെണ്ണം അവിടെ ഇവിടെയൊക്കെ കളർ വന്ന് തുടങ്ങിയിട്ടുണ്ട് പഴുക്കാനായിട്ട്. അപ്പോഴത്തേനും ഞാൻ അതിന് പിച്ചി എടുക്കുവാണ് കേട്ടോ. അന്നേരം കനം കുറഞ്ഞ മുളകും ഉണ്ട്, കനമുള്ള മുളകും ഉണ്ട്. അപ്പോൾ 2 സൈസ് മുളകാണ് എനിക്കുള്ളത്. അത് ഞാൻ കൃഷിഭവനിൽ നിന്ന് എനിക്ക് കിട്ടിയതായിരുന്നു. മുളകൊക്കെ കുറച്ചേ ഉള്ളൂ കേട്ടോ, അധികമൊന്നുമില്ല. എന്നാലും ഉള്ളതാവട്ടെ, നമ്മുടെ ആവശ്യത്തിനുള്ള പച്ചക്കറിക്കുള്ള അത്യാവശ്യം പച്ചമുളകൊക്കെ എനിക്ക് കിട്ടാറുണ്ട്. അപ്പോഴിതാ അങ്ങനെ നോക്കിയപ്പം നമ്മുടെ തക്കാളിക്കുട്ടൻ ഇങ്ങനെയൊക്കെ ആയിട്ടുണ്ട്. തക്കാളിക്ക് നമ്മുടെ ഇല പഴുത്ത് നിൽക്കുന്നെങ്കിലോ മണ്ട കുരുടിച്ച് നിൽക്കുന്നെങ്കിലോ അതൊക്കെ ഇനി കട്ട് ചെയ്ത് കളയുന്നത് നല്ലതായിട്ടോ. അപ്പോൾ ഇല പഴുക്കുന്നതെന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ പഴുക്കുന്നത് ഒരു അസുഖമാണ്. ഇതിപ്പം നമ്മൾ താഴത്തെ ഇല ഇങ്ങനെ പഴുത്ത് പഴുത്ത് വരുമല്ലോ, മേളോട്ട് പൊക്കം വെച്ച് പോകും തോറും. ആ ഇലയാണ് ഇപ്പോൾ ഇവിടെ ഞാൻ കട്ട് ചെയ്ത് കളയുന്നത്. അല്ലാതെ മൊത്തത്തിൽ പഴുക്കുകയാണെങ്കിൽ ചെടിയോടെ മൂടോടെ പിഴുതാൻ കളഞ്ഞേക്കണം. അതല്ല കുരുടിപ്പോൾ വല്ലതും ആണെങ്കിൽ അതും അങ്ങനെ തന്നെ ചെയ്യണം. എന്ന് വെച്ചാൽ അടുത്ത് നിൽക്കുന്ന ചെടികൾ കൂടെ അല്ലെങ്കിൽ അത് ബാധിക്കും കേട്ടോ. അപ്പോൾ നമ്മളെപ്പോഴും വന്ന് നോക്കുന്നതൊക്കെ നല്ലതാണ്. ഇല വല്ലതും പഴുത്ത് നിൽപ്പുണ്ടോ, കരിഞ്ഞ ഇലകൾ വല്ലതും നിൽപ്പുണ്ടോ, അതൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങൾ കട്ട് ചെയ്ത് കളയുന്നത് ഏറ്റവും നല്ലതാണ്. ചെടികൾക്കൊരു എനർജി, നല്ലൊരു വൃത്തിയും ഒക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുകയും ചെയ്യും. നല്ലൊരു എനർജി അതിന് കിട്ടും കേട്ടോ. അതിന് വേണ്ടിയിട്ട് നമ്മൾ നല്ലതുപോലെ വൃത്തിയായിട്ട് സൂക്ഷിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് അതിന് അസുഖങ്ങളൊന്നും വരത്തില്ല. നല്ല രീതിയിൽ തക്കാളി പിടിക്കുകയും ചെയ്യും. തക്കാളി ആയാലും പച്ചമുളകായാലും എന്ത് തന്നെ ആയാലും കേട്ടോ. എനിക്ക് ഇത്രയും പച്ചമുളകൊക്കെ കിട്ടിയിട്ടുണ്ട്. നമ്മുടെ വീട്ടാവശ്യത്തിന് അത്യാവശ്യം പച്ചമുളകൊക്കെ എനിക്ക് കിട്ടി. പിന്നെ ഞാൻ നോക്കിയപ്പോൾ അവിടെ ഒരു വിത്തിനായിട്ട് ഒരു കുമ്പളങ്ങ ഇട്ടിരുന്നു കേട്ടോ. അത് ഞാനിഞ്ഞ് എടുത്തുകൊണ്ട് പോരുന്നു. ഇവിടെ കുമ്പളങ്ങ നല്ല നെയ്ക്കുമ്പളങ്ങയായിരുന്നു. ഇത് ഞാൻ ഓണത്തിന് മുമ്പ് വിളവെടുക്കുന്നതൊക്കെ ഇഷ്ടംപോലെ കാണിച്ചിരുന്നു. ഇവിടെ ഞാൻ ഇപ്പോഴാണ് അത് വിത്തിനുള്ളത് ഞാനിഞ്ഞ് എടുത്തുകൊണ്ട് പോരുന്നത്. ഇലയൊക്കെ ഉണങ്ങിക്കഴിഞ്ഞപ്പം നല്ല നെയ്ക്കുമ്പളങ്ങയൊക്കെയാണ് നമ്മുടെ കയ്യിലിങ്ങനെ പൗഡർ പോലെ പറ്റുന്നത്. ഓക്കെ, താങ്ക് യു.